ഭാഷ പാട്ടുകളിൽ മാത്രമല്ല, കവിതയിൽ മാത്രമല്ല, നമ്മുടെ പത്രഭാഷയായാലും ശരി, വ്യവഹാര ഭാഷയായാലും ശരി, അക്കാദമിക ഭാഷയായാലും ശരി, ഒക്കെ തന്നെ ഭാഷ സ്റ്റാറ്റിക് അല്ല. ഭാഷ മാറിക്കൊണ്ടിരിക്കും. അതിനെപ്പറ്റി യാതൊരു സംശയവും ആർക്കുമില്ല. മാറാത്ത ഭാഷ ഡെഡ് ലാംഗ്വേജായി തീരും. അതൊക്കെ ആ തത്വമൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്ങനെ മാറാം, എന്തുമാത്രം മാറാം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇവിടെ നിയമമില്ലാത്തതുകൊണ്ട് നമുക്ക് റൈഡു എന്നൊക്കെ എഴുതാം. അത് ഇതൊക്കെ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് മാറ്റാത്തിടത്തോളം കാലം ഇവരാരും നമ്മളൊന്നും ചെയ്യുകയല്ല. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ഭാഷയിൽ മാറ്റങ്ങളുണ്ടാക്കി. ഷേക്സ്പിയർ പോലും ഒരുപാട് പ്രയോഗങ്ങൾ നടത്തി. അതും ഇപ്പോൾ സിനിമാ പാട്ടുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾക്കും എന്തോ ഒരു വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നതാണ്. എന്താണ് വ്യത്യാസം? ഭാഷയെ സമ്പന്നമാക്കാനും കൂടുതൽ ആവിഷ്കാരക്ഷമതയുള്ളതാക്കാനുമായി നമ്മൾ ഭാഷയുടെ ചില പരിമിതികളെ നമുക്ക് ലംഘിച്ച് അതിനെ കൂടുതൽ ആവിഷ്കാരക്ഷമത, എക്സ്പ്രസീവ്നെസ് കൊണ്ടുവരാൻ ആവശ്യമാണെങ്കിൽ നമുക്ക് ചെയ്യാം. എന്നാൽ ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. ആ നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ഭാഷ വളരുമോ എനിക്കറിഞ്ഞുകൂടാ. പിന്നെ വേറൊന്നുണ്ട്, ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെല്ലാം നിലനിൽക്കണമോ വേണ്ടയോ, അത് ഭാഷയുടെ പൊതുധാരയിലേക്ക് ചേക്കേറുമോ, അതോ നമ്മൾ കാലുകൊണ്ട് തട്ടിക്കളയുമോ എന്നൊക്കെയുള്ളത് കാലത്തിന് മാത്രമേ നമുക്ക് അത് പറയാൻ പറ്റൂ. അതുകൊണ്ട് മാറ്റങ്ങൾ വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മാറ്റങ്ങൾക്കും വേണം ഒരു മര്യാദ എന്നേ പറയുന്നുള്ളൂ. മാറ്റങ്ങൾക്കും വേണം ഒരു മര്യാദ. ഇത് ക്രിമിനൽ കുറ്റമല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഭാഷ എന്ത് വേണോ ചെയ്യാം. അത് ശിക്ഷിക്കാനും രക്ഷിക്കാനുള്ള അവകാശം പ്രേക്ഷകർക്കാണ്, ഭാഷ ഉപയോഗിക്കുന്നവർക്കാണ്. പത്രഭാഷയിൽ തന്നെ എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു. നമ്മൾ 50 വർഷത്തിന് മുമ്പുള്ള പത്രക്കോളം ചില പത്രത്തിലൊക്കെ വരില്ലേ, അത് വായിച്ചാൽ അന്നത്തെ പത്ര റിപ്പോർട്ട് അന്നത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ്. ഇപ്പോൾ നമുക്കത് വളരെ പുരാതനമായിട്ട് തോന്നുന്നുണ്ട്. അത് ഭാഷ മാറുന്നതിൽ തെറ്റുണ്ടെന്നുള്ള ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. മാറിക്കൊണ്ടേ ഇരിക്കണം. പക്ഷേ ടു വാട്ട് എക്സ്റ്റെൻറ്റ്, എന്ത് മാറാം? മാറാത്തതായി ഭാഷയിൽ ചിലതൊക്കെ ഇല്ലേ? ഈ വ്യാകരണം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പിള്ളേരാരും പഠിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിലും വ്യാകരണമുണ്ട്. ഓരോ സെൻറ്റൻസിലും നമ്മളറിയാതെ നമ്മൾ വ്യാകരണം പ്രയോഗിക്കുകയാണ്. അതിൻ്റെ തിയറി നമുക്ക് അറിഞ്ഞുകൂടാ, സിദ്ധാന്തം അറിഞ്ഞുകൂടാ, പക്ഷേ പ്രയോഗം അറിയാം. ആ പ്രയോഗത്തിൽ വളരെ വലിയ വൈകല്യങ്ങൾ വരുമ്പോൾ ഭാഷയെ സ്നേഹിക്കുന്നവർ ഞെട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഇപ്പോൾ എന്താണ് റൈഡിൽ എന്ന് വെച്ചാൽ, റൈഡിയിൽ എന്ന് പറഞ്ഞാൽ ഓടിച്ചില്ലേ എന്ന് പറഞ്ഞാൽ ഓടിച്ചില്ല. അത് മിനി കൂപ്പറിനെ കുറിച്ചുള്ള പാട്ടാണ്. മിനി കൂപ്പർ എന്ന് പറയുന്ന കാർ ഓടിക്കുമ്പോഴുള്ള പാട്ടാണ്. നന്നായിരിക്കട്ടെ, നന്നായി വരട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെയല്ലാതെ ഇതിപ്പോൾ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ശൈലിയാണ് നമ്മൾ ഈ കാണുന്നത്. എനിക്ക് തോന്നിയത് പുതിയ മലയാള സിനിമ ഗാനങ്ങൾ, പ്രത്യേകിച്ച് കവിതയിലും ഉണ്ട് കേട്ടോ ഈ ഒരു പ്രവണത. അതിനെ നമുക്ക് ട്രിവിയലൈസേഷൻ എന്ന് പറയാം. എല്ലാത്തിനെയും നിസ്സാരവൽക്കരിക്കുന്ന ഒരു പെർവേഴ്സിറ്റി. ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ല. എല്ലാത്തിനെയും നിസ്സാരമാക്കുന്ന ഒരു മനോഭാവത്തിലാണ് മലയാള സിനിമയുടെ പുതിയ മുഖവും കവിതയിലെ പോലും പുതിയ മുഖവും. എത്ര ഗഹനമായ ആശയങ്ങൾ ഇല്ലാതിരുന്ന അത്രത്തോളം കവിത നല്ലത്, അതൊക്കെ ബാധ്യതയാണ് എന്ന് പറയുന്ന കവിതയിലുമുണ്ട് അങ്ങനെ ഒരു ധാര, സിനിമയിലുമുണ്ട്. സിനിമയിൽ അങ്ങനെ വന്നതുകൊണ്ട് പാട്ടിലും വരുന്നു. എൻ്റെ ഒരു സംശയം, ഇത് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ പുതുതലമുറ. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ സംസാരിക്കുകയും സിനിമ എടുക്കുകയും ചെയ്യുന്നവർക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു വ്യാധിയും ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. നമ്മൾ മൊബൈലും നെറ്റ്ഫ്ലിക്സിലും ഒക്കെ കേട്ട് ലേറ്റസ്റ്റ് സിനിമകളൊക്കെ കാണുന്ന ആളുകളാണ്. അവിടെയൊന്നും ഉള്ള ന്യൂ ജെൻ സിനിമകൾക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള മാറാവ്യാധികളുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. ദേ നറേറ്റ് എ ഫിലിം, ദേ ടെൽ എ സ്റ്റോറി. അത് പുതിയ രീതിയിൽ, ഇതുവരെ കാണാത്ത രീതിയിൽ അതിനെ ആവിഷ്കരിക്കുന്നു. ഭാഷ കാലോചിതമായിട്ട് മാറുന്നു. അല്ലാതെ ഇതിനെ എടുത്ത് വളച്ചൊടിച്ച് ഞങ്ങൾ അടങ്ങൂ, ഇതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യമെന്ന് പ്രഖ്യാപിക്കുന്നത് ഭാഷയ്ക്ക് നല്ലതോ സിനിമയ്ക്ക് നല്ലതോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഐ ഹാവ് മൈ ഓൺ ആപ്രഹെൻഷൻസ്. മാറ്റങ്ങൾ വേണ്ടെന്നല്ല, പക്ഷേ മാറ്റങ്ങൾ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമേ മാറൂ. മറ്റതൊക്കെ വന്നു പോകും. അതുകൊണ്ട് ലോകത്ത് മറ്റെങ്ങും ഒരു ഭാഷയിലും ഇല്ലാത്ത തരത്തിലുള്ള ഈ പോസ്റ്റ് മോഡേൺ ആവേശം മലയാളികൾക്ക് മാത്രം എവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കൺട്രൈവ്ഡ്. അത് സ്വാഭാവികമായി നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ആധുനികതയോടുള്ള നമ്മുടെ അഭിമുഖത്തിൽ ഉണ്ടാവുന്ന സ്വാഭാവികമായ മാറ്റമല്ല. പിന്നെയോ ചില
മുൻവിധികളിൽ ഊന്നിക്കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കൂ എന്ന് വിചാരിച്ചിട്ടുള്ള മാറ്റമാണെന്നാണ് എനിക്ക് ന്യൂജൻ സിനിമകളെ പറ്റിയും ന്യൂജൻ പാട്ടുകളെ പറ്റിയും. ഇങ്ങനെയൊന്നും ആവേണ്ട ഒരു കാര്യമില്ല. നമുക്ക് മലയാളത്തിൽ അന്തസ്സായിട്ട് പാട്ടെഴുതി പുതിയ കാലത്തിന് അനുരൂപം. ഇവിടെ ഇരിക്കുന്ന ആരും ഇത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കുന്നവരല്ലല്ലോ ഈ ഇരിക്കുന്ന സദസ്യരാരും. പിന്നെ സിനിമയിൽ വരുമ്പോൾ മാത്രം എന്താണ് ഈ ഒരു പ്രത്യേകത? കാലഘട്ടത്തിനോടും ആ ജനങ്ങളോടുമല്ലേ നമ്മൾ കൂറ് പുലർത്തേണ്ടത്. നമ്മുടെ ജീവിതത്തെയാണോ ഈ സിനിമ ഇത്രയും വയലൻസ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീണ് പൊട്ടിയാൽ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഒരു ദുഃഖം ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള മനുഷ്യർ ഇവിടെ തല വെട്ടിക്കളയാണ് ചേന വെട്ടുന്നത് പോലെ. അങ്ങനെയൊക്കെ ദീസ് ആർ ഓൾ കൺട്രൈവ്ഡ് എന്നാണ് ഞാൻ പറയുന്നത്. ഇൻ്റലക്ച്വൽ കൺട്രൈവൻസ് ആണ്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമേ അല്ല ഈ സിനിമകൾ. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള സിനിമകളും ഇങ്ങനെയുള്ള ഫാഷൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ പുതിയ മുറ, ഇത്തരത്തിലുള്ള ഈ മൂന്നാം മുറയുണ്ടല്ലോ, ഭാഷയോട് കാണിക്കുന്ന ഈ മൂന്നാം മുറ, അതെല്ലാം കാലമെടുത്ത് ദൂരെ കളയുന്നതാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. അതുകൊണ്ട് മാറ്റങ്ങൾ വേണം, പക്ഷേ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അപകടകരമാണ് എന്നാണ് എൻ്റെ